സദ്യ കഴിക്കാൻ ആൾക്കാരൊക്കെ ഇത്രയും തിരക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ ആ സദ്യയുടെ ലെവൽ ഏതായിരിക്കും? കേരള സദ്യ എന്ന് പറഞ്ഞാൽ അത് ട്രിവാൻഡ്രം സദ്യയാണ്. എന്നാൽ ട്രിവാൻഡ്രം സ്പെഷ്യൽ സദ്യ എന്ന് പറഞ്ഞാൽ ഒരു പേരേ ഉള്ളൂ, പടിപ്പുര. ഞാൻ കൊല്ലത്തുനിന്ന് വന്നയാളാ, ഒരു കലാപ്രവർത്തകൻ കൂടിയാണ്. ഇപ്പം പല സ്ഥലത്തും പോയത് കഴിച്ചിട്ടുള്ളതിൽ ഒരു ഐറ്റത്തിനും ഒരു കുറ്റം പറയാൻ ഒക്കാത്ത, അത് വെറുതെ പറയുന്ന ഒരു അഭിപ്രായമല്ല, ഒരു പ്രമോഷന് വേണ്ടി പറയുകയല്ല, ആത്മാർത്ഥതയോടെ പറയുന്നു. ബോളി നമ്മൾ നേരത്തെയും കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രയും സൗഖ്യമായ വിവാഹത്തിന് ഇത്രയും കുലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസം. പല ടേസ്റ്റുള്ള ആൾക്കാർക്ക്, പക്ഷേ എല്ലാ ഐറ്റവും ഒന്നിനൊന്ന് രുചിയിലും തനിമയിലും മാത്രമല്ല, കറികളിലും വിളമ്പുന്ന രീതിയിലും പടിപ്പുരയുടെ സദ്യ ഒരു പടി മേലെ തന്നെയാണ്. പടിപ്പുര എപ്പോഴും ഉയർന്നു വരികയാണ്. കഴിഞ്ഞ 35 വർഷമായിട്ട് ഈ ഒരു ക്വാളിറ്റി അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനും മേലെ കീപ്പ് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരേ ഒരു കാരണം ഈ മനുഷ്യന്റെ അധ്വാനവും കമ്മിറ്റ്മെന്റുമാണ്. എത്രയോ VIP ക്ലയൻസിന്റെ വർക്കുകൾ പടിപ്പുര കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ചെറിയൊരു ഇവന്റ് ആണെങ്കിൽ പോലും അവിടെ നിന്ന് എല്ലാം നോക്കി നടത്തി വരുന്ന ഗസ്റ്റുകളെല്ലാം തൃപ്തരാണെന്ന് ഉറപ്പുവരുത്തുന്നതാണ് ആളുടെ രീതി. എല്ലാം ഇഷ്ടപ്പെട്ട്, പായസം ഇഷ്ടപ്പെട്ട്, കടല പായസം ഇഷ്ടപ്പെട്ട്, ഇത് നമ്മളെ ഞാനും പുള്ളിയും എന്നും രാവിലെ ഗണപതി അമ്പലത്തിൽ കാണുന്ന ആളാണ്. ട്രിവാൻഡ്രത്തുകാർക്ക് പടിപ്പുരയുടെ സദ്യയുടെ ടേസ്റ്റ് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. എന്നാലും കഴിച്ചിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും ഈ ഒരു സോഫ്റ്റ് ബോളിയും അമ്പലപ്പുഴ പാൽപ്പായസവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ ഇവരുടെ സദ്യ അന്വേഷിച്ച് പോയി കഴിക്കും. എല്ലാത്തിനും പുറമെ ഗസ്റ്റുകളുടെ സംതൃപ്തിയും വെൽബീയിങ്ങും പ്രത്യേകം ശ്രദ്ധിച്ച് ടേക്ക് കെയർ ചെയ്യുന്നതാണ് ഇവരുടെ ക്വാളിറ്റി. നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ടോ ഒരു വെഡിങ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പടിപ്പുര കാറ്ററിംഗിനെ ഏൽപ്പിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. A to Z ഇവർ നോക്കിക്കോളൂ. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇവിടെ കൊടുത്തിരിക്കാം. പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ.